LDF MLA-മാർക്ക് കോഴ വാഗ്ദാനം ചെയ്ത സംഭവത്തിൽ NCP നേതാവ് തോമസ് കെ തോമസിന് ക്ലീൻ ചിറ്റ്. കോഴ ആരോപണം തള്ളി NCP അന്വേഷണ കമ്മീഷൻ. പാർട്ടി റിപ്പോർട്ട് ആയുധമാക്കി ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാണ് NCPയുടെ നീക്കം. അതിനിടെ കമ്മീഷനെതിരെ AK ശശീന്ദ്രൻ പക്ഷം രംഗത്തെത്തി. NCP നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്ക് റിപ്പോർട്ട് കൈമാറി. കൂറുമാറ്റത്തിന് 100 കോടി കോഴയെന്ന ആരോപണം തള്ളിയാണ് NCPയുടെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. ആരോപണത്തിന് പിന്നിൽ ആന്റണി രാജുവിന്റെ ഗൂഢാലോചനയെന്നാണ് തോമസ് കെ തോമസ് കമ്മീഷന് നൽകിയ മൊഴി. പണം ഓഫർ ചെയ്തില്ലെന്ന തോമസിന്റെ മൊഴിയും വാഗ്ദാനം ലഭിച്ചില്ലെന്ന കോവൂർ കുഞ്ഞുമോന്റെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. തോമസ് കെ തോമസ് കോഴ വാഗ്ദാനം നടത്തിയതിന് തെളിവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആന്റണി രാജു NCP കമ്മീഷനോട് സഹകരിച്ചതുമില്ല. റിപ്പോർട്ട് നൽകിയ 4-അംഗ കമ്മീഷനെതിരെ AK ശശീന്ദ്രൻ പക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. 4-അംഗ കമ്മീഷനിൽ 3 പേരും PC ചാക്കോ പക്ഷമെന്നാണ് ആക്ഷേപം. അതിനിടെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം റിപ്പോർട്ടിന്റെ പകർപ്പുമായി AK ശശീന്ദ്രനെ മാറ്റി തോമസിനെ മന്ത്രിയാക്കണമെന്ന് PC ചാക്കോ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.